ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു പൗഡറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖവും ശരീരവും ഒരേപോലെ നല്ല നിറം വരാനും നല്ല തിളക്കം ലഭിക്കാനും സഹായിക്കുന്ന നല്ലൊരു ബാത്തിങ് പൗഡറാണിത്. ഇത് നിങ്ങൾക്ക് സോപ്പിന് പകരം എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് മുഖം കഴുകുമ്പോഴും നിങ്ങൾ കുളിക്കുമ്പോഴും ഈ ഒരു പൗഡർ ഇട്ട് ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഞെട്ടിക്കുന്ന മാറ്റം തന്നെയായിരിക്കും. മുഖവും ശരീരവും ഒരേപോലെ നിറം വെക്കാനും പാടുകളെല്ലാം മാറാനും വളരെ നല്ലൊരു പൗഡറാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നന്നായി ഡ്രൈ ആയ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചെറുപയർ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മസൂർ ഡാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപ്പുണ്ടല്ലോ, എല്ലാവർക്കും അത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഈ ഓറഞ്ച് കളർ പരിപ്പാണത്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ എടുക്കുന്ന ഈ 3 സാധനങ്ങളും 2 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. ഞാൻ ചെറിയ അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറേ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുക്കുക. എല്ലാം ഒരേ ടേബിൾ സ്പൂണിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിപ്പം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നിങ്ങളിപ്പോൾ ചൂടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓവറായിട്ട് ചൂടായി പോകാൻ പാടില്ല. ഇതിപ്പോൾ ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്കതിൻ്റെ ഇത് കറക്റ്റ് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പൗഡർ ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട. നമുക്ക് ലാസ്റ്റ് ഈ ആദ്യം ഇട്ട ഈ പരിപ്പുകളെല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയല്ല, അതിൻ്റെ കസ്തൂരി മഞ്ഞളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വറുക്കാം. പൊടിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിൻ്റെ കൂടെ ഇടണ്ട. ഇത് എന്തിനാണ് നമ്മൾ വറുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്നാലാണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. തരിയൊന്നും ഇല്ലാണ്ട് നല്ല പൗഡർ പോലെ നമുക്ക് കിട്ടണം. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു സ്ക്രബായിട്ട് നമ്മുടെ മുഖത്ത് ആക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നല്ല ഫൈനായിട്ട് എടുക്കണം എന്ന് പറയുന്നത്. പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഞാൻ പറഞ്ഞല്ലോ, പൊടിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇടണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇട്ടുന്നേ ഉള്ളൂ, കാരണം എനിക്കതിൻ്റെ ഒരു പാകം മനസ്സിലാവും. നിങ്ങളിത് ഫസ്റ്റ് തയ്യാറാക്കുമ്പോൾ പൊടി ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ആ പൊടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് ആ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചൂടാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാനിലിട്ട് ചൂടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുക കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എനിക്കിവിടെ വെയിൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ചൂടാക്കിയിട്ടില്ല എന്നാണെങ്കിൽ നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രശ്നമായിരിക്കും. പൊടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ മിക്സി കേടായി പോയി എന്നെല്ലാം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങളിത് ചൂടാക്കണം, എന്നാൽ മാത്രം നിങ്ങൾക്ക് ഫൈൻ പേസ്റ്റായിട്ട് ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതെല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നമ്മുടെ ആ ഒരു പയറെല്ലാം നന്നായി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പൗഡർ പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഉറപ്പായും നിങ്ങളിത് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുക്കണം. നന്നായി ചൂടാക്കി എടുത്താൽ തന്നെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഈ ഒരു പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊടിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കസ്തൂരി മഞ്ഞൾ 1 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ആ പാനിലിട്ട് ചൂടാക്കാണ്ട്. ഇനി ഞാനിതിപ്പോൾ ഒരു നല്ല എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നറിൽ ഡ്രൈ ആയിട്ടുള്ള ഒട്ടും നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. നനവുണ്ടായാലും ഇത് പൂപ്പ് പിടിച്ചു പോകും. അപ്പോൾ ഇത് നമുക്ക് ഷെൽഫ് ലൈഫ് തന്നെ ഒരു 2 ആഴ്ചേൻ്റെ മേലെല്ലാം നമുക്കിത് പുറത്ത് വെക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ എടുത്തിട്ട് ഇത് സൂക്ഷിച്ചാൽ മതി. നിങ്ങൾക്കിത് ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാം, വളരെ നല്ലതാണ്. എന്താ ഞാൻ പറയേണ്ടത്, നമ്മൾ സോപ്പും ഫേസ് വാഷെല്ലാം ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉണ്ടാക്കി വെച്ച് തേക്കാന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ശരീരം മുഴുവനും നിറം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു പൗഡറാണിത്. അപ്പോൾ കസ്തൂരി മഞ്ഞളുടെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തൈരോ പാലോ ഇതിൽ യൂസ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയുക, അതാണ് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാകുക. പിന്നെ കുളിക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. ഒരു 10 മിനിറ്റ് മിനിമം വെക്കണം ശരീരത്തിൽ. അപ്പോൾ ഇതുപോലെ അടച്ച് സൂക്ഷിക്കാനാണെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം, നനവില്ലാത്ത സ്പൂണെല്ലാം ഉപയോഗിക്കണം. ഒട്ടും ഇതിൽ ഈർപ്പം കയറരുത്. ഈർപ്പം കയറിയാൽ ഇത് പൂപ്പ് പിടിച്ചു പോകും. പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇത് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയായിട്ടുള്ള ഈ കറുത്ത പാടുണ്ടല്ലോ, ഈ കക്ഷത്തിൽ അതേപോലെ തന്നെ കഴുത്തിലെല്ലാം ഉണ്ടാകുന്ന കറുത്ത പാടുകളെല്ലാം പോകാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 10 വയസ്സിൻ്റെ മേലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം, നല്ല റിസൾട്ടായിരിക്കും. ഇത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.